AKS ടെക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ EVSTയുടെ ഫീൽഡ് വിസിറ്റാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എടപ്പാളുള്ള ഈ സ്പോർട്ടിൻ്റെ സർവീസ് ലാബിലാണ്. ഈ ലാബ് അവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റി. സർവീസ് സെൻറ്ററുകൾ EV വാഹനങ്ങൾക്കനുസരിച്ചിട്ടുള്ള സർവീസ് സെൻറ്ററുകൾ ഇല്ല എന്ന് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പല കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ സാധിച്ചത് ഈ സ്പീഡ് കുറഞ്ഞ ലോ പവർ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കൂടുതലും കാണാൻ സാധിച്ചത്. ഇവർ ഒരുപാട് ബ്രാൻഡിൻ്റെ വണ്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലോ പവർ വണ്ടിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രൂസർ മോഡിൻ്റെ ബട്ടനും അതിൻ്റെ മേലെ സ്പീഡ് കൂട്ടാനുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂസർ മോഡ് EV വാഹനങ്ങളിൽ കുറേ കാലമായിട്ട് ഉള്ളതാണ്. അത് ഈ സ്വിച്ചായിട്ട് ഇപ്പോഴാണ് ഇറങ്ങിയത്. കുറച്ച് മുമ്പൊക്കെ സ്പീഡ് ഒരു നിശ്ചിത സ്പീഡിൽ 10 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ ക്രൂസർ മോഡിക്ക് താനെ ആകുന്ന രീതിക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോരോ വർക്കായിട്ട് വന്ന വണ്ടികളാണ്. പുറത്തുള്ള വണ്ടി നോക്കുകയാണെങ്കിൽ കണ്ടിട്ടൊരു നല്ല പുതിയ വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടിയുടെ ഉൾഭാഗം നോക്കുക. ഈ കാണുന്നതാണ് അതിൻ്റെ കൺട്രോളർ വരുന്നത്. പെട്രോൾ വാഹനങ്ങൾക്കുള്ള പോലെയുള്ള വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കൺട്രോളറും ബാറ്ററിയും മോട്ടറും ആണ് ഈ വണ്ടിക്ക് കാര്യമായിട്ട് വരിക. EV വാഹനങ്ങൾക്ക് മെയിൻ പാർട്സ് അതൊക്കെയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 4 ബാറ്ററികൾ കാണാം. സാധാരണ വാഹനങ്ങൾക്ക് ലിഥിയം അയോൺ ബാറ്ററികളാണ് ഉണ്ടാകാറ്. ഇതിന് ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിരിക്കുകയാണ്. നമുക്ക് വാഹനം കുറഞ്ഞ ഓട്ടങ്ങൾക്ക് ഒരു ദിവസം കുറച്ച് ദൂരം മാത്രമാണ് പോകുന്നത് എങ്കിൽ നമുക്ക് എഫിഷ്യൻറ്റ് ലെഡ് ആസിഡ് ബാറ്ററികളാണ്. അത് നമുക്ക് ഇതുപോലെയുള്ള സർവീസ് ലാബുകളിൽ നിന്നും അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ ഇതിലിപ്പോൾ 4 ബാറ്ററികളാണ് ഇതിൽ കാണുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കീ കാണാനായിട്ട് പറ്റും. ഈ ഒരു കീ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലോക്ക് ബട്ടണും അൺലോക്ക് ബട്ടണും കാണാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന ആ ഒരു സ്വിച്ചാണ് കീലെസ് എൻട്രിയുടെ ബട്ടനാണ് ആ കാണുന്നത്. അത് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണാകും, റിമോട്ടിൽ വർക്ക് ചെയ്യും. പിന്നീട് ഓഫ് ചെയ്യാൻ ആ ബട്ടൺ തന്നെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടനും മറ്റ് ഫങ്ഷൻസുമാണ്. ഇത് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ വെക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാറ്ററീസ് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫെസിലിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു EV വാഹനത്തിൻ്റെ ബോഡിയാണ്. ഇത് സസ്പെൻഷൻ്റെ ഓയിൽ ലീക്ക് അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നമായിട്ട് വന്ന വണ്ടിയായിരുന്നു. ഇവിടെ ലോ പവർ അല്ലാത്ത വാഹനങ്ങളും ഈ സർവീസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ EVയുടെ ഓരോരോ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വണ്ടിയും ഓരോ പണിക്കായിട്ട് വന്നതാണ്. അത് പല പ്രോബ്ലംസ് ആയിട്ട് വന്ന വണ്ടികളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ കംപ്ലൈൻസൊക്കെ ഇവിടെ നിന്നാണ് സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങൾ കൂടി കാണാം.